11 മണിയായി. നീണ്ട കാത്തിരിപ്പിന് ശേഷം സെമി ഫൈനൽ അങ്ങനെ കഴിഞ്ഞു. ഇനി ഫൈനലിലേക്ക് നമ്മൾ പോവാണ്. കരുവാറ്റ FC-യും പിന്നെ അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അല്ലെ, റണ്ണേഴ്സ് ചങ്ങനാശ്ശേരിയുമാണ് അടുത്തത് കയറാൻ പോകുന്നത്, അതായത് ഫൈനൽ കളിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ അതിന്റെ കാഴ്ചകളിലേക്ക് പോകാം.
അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഫൈനൽ ഹാഫ് ടൈം കളിയാണ് കണ്ടുകൊണ്ടിരുന്നത്. സംഭവം ഒരു ചെറിയൊരു കാര്യം പറയാം. ഒരു പെട്ടെന്ന് നിന്ന് കാണുന്നവർക്ക് വിചാരിക്കും സൗണ്ട് മൈക്കെല്ലാം പോയല്ലോ കാര്യങ്ങളൊക്കെ. അന്ന് നമ്മൾ പറഞ്ഞ ആ നിർത്തിയതിന് ശേഷം വലിയൊരു മഴ പെയ്തു. കളിയൊന്നും പിന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് വേറൊരു പുതിയ ദിവസം നമ്മൾ വന്നിരിക്കുകയാണ്. നല്ല ഭയങ്കര ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലുള്ള ഒരു കളിയാണ്. എല്ലാ കാണികളുടെ എല്ലാവരുടെയും ഈ രോമാഞ്ചത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും റിയാക്ഷൻ എടുക്കാനായിട്ട് ഇപ്പോൾ പോകുന്നില്ല. കളി കഴിഞ്ഞിട്ട് തന്നെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. അല്ലെങ്കിൽ നമുക്ക് അടി കിട്ടും കേട്ടോ. അപ്പം ഇനി എന്താണേലും ഹാഫ് ടൈം കഴിഞ്ഞിട്ട് ബാക്കി സെക്കൻഡ് ഹാഫ് കളി കാണാനായിട്ട് അങ്ങ് പോയേക്കാം. അങ്ങനെ ആദ്യത്തെ ഹരിപ്പാടിന്റെ മണ്ണിൽ, അതായത് കരുവാറ്റയുടെ മണ്ണിൽ ആദ്യം നടന്ന ഈ ഒരു ടൂർണമെന്റിനകത്ത് അവരുടെ നാടിന്റെ അഭിമാനമായി തന്നെ അവർ ജയിച്ചിരിക്കുകയാണ്.
കൊറേ കരുവാറ്റക്കാരൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു കളിയുടെ ഇടയ്ക്ക്? എങ്ങനെയുണ്ടായിരുന്നു? നല്ല കളിയായിരുന്നു അല്ലേ? ഞങ്ങളുടെ കാണികളുടെ നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു ശരിക്കും. അപ്പൊ ഇവിടുത്തെ ടൂർണമെന്റിന്റെ റഫറി ഈ 4 പേരായിരുന്നു. അപ്പൊ ചേട്ടാ എങ്ങനെ ഒന്ന് പരിചയപ്പെടുത്താവോ? എന്റെ പേര് ശാരി, എന്റെ വീട് തിരുവല്ലയാണ്. ചേട്ടനെ ഇവിടെ ആദ്യത്തെ ടൂർണമെന്റ് പോയിട്ട് ഇവിടെ കുറെ പേര് എന്തോ നെഹ്റു ട്രോഫി എന്ന് പറഞ്ഞു, എന്തോ സംഭവം എന്തോ? സന്തോഷ് ട്രോഫി. ഓക്കെ, എന്തായിരുന്നു? 2015 സന്തോഷ് ട്രോഫി കളിക്കാം, പോണ്ടിച്ചേരി. ഓക്കെ, ചേട്ടന്റെ പേര് എങ്ങനെ? എന്റെ പേര് ക്രിസ്റ്റി, എന്റെ വീടും തിരുവല്ലയാണ്. ഞാനിപ്പം മാറിവാനിസിൽ ഫുട്ബോൾ കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. എന്റെ പേര് ജോജി, സ്ഥലം ചങ്ങനാശ്ശേരിയാണ്. ഞാൻ KV കോട്ടയം സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. എന്റെ പേര് വിനീത്, ഫുട്ബോൾ കോച്ചാണ്, സ്ഥലം തിരുവല്ല. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കളി? എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ വലിയ ഇത് പ്രഗത്ഭരല്ലേ? ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കും? 5 റേറ്റിംഗ് കൊടുക്കുള്ളൂ. കാരണം പ്ലേയേഴ്സിന്റെ ബിഹേവിയർ വളരെ മോശമാണ് ഫസ്റ്റ് ഹാഫിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മുടെ കളികളല്ല സംസാരങ്ങളിലേക്ക് പോകുന്നു. ഓക്കെ. വാക്ക് തർക്കത്തിലേക്ക് പോയായിരുന്നോ? ചെറുതായിട്ടൊക്കെ തർക്കങ്ങളിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. മെയിൻ റഫറി മച്ചാനല്ലേ? ഇന്നത്തെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? ഓരോ നല്ല കളിയായിരുന്നു. 2 ടീം നല്ല ഫൈറ്റ് ചെയ്തു. നമുക്ക് അതുപോലെ പ്രഷർ ഉണ്ടായിരുന്നു. ഓക്കെ, ശരി എന്നാ. അപ്പൊ അങ്ങനെ ക്രൗൺ സ്പോർട്സ് ക്ലബ് കരുവാറ്റയുടെ ടൂർണമെന്റ് നന്നായിട്ട് ഇവിടെ ഫസ്റ്റ് ടൂർണമെന്റ് നന്നായിട്ട് നടന്നു. അപ്പൊ സമ്മാനദാന ചടങ്ങിലേക്കാണെന്ന് പറഞ്ഞു. ആദ്യം തന്നെ ടോപ്പ് സ്കോററായിട്ട് വന്നിരിക്കുന്നത് കരുവാറ്റ ടീമിൽ നിന്ന് നഹീൽ. ബെസ്റ്റ് ഗോൾ കീപ്പറാണ് അടുത്തത്. അത് രാഹുൽ ഫ്രം ചങ്ങനാശ്ശേരി ടീം, ഗണ്ണേഴ്സ് ചങ്ങനാശ്ശേരിയിൽ നിന്നും രാഹുൽ. അടുത്ത ഇനി ബെസ്റ്റ് പ്ലെയർ ആണ്. ബെസ്റ്റ് പ്ലെയർ വരുന്നത് കരുവാറ്റ ടീമിൽ നിന്ന് നഹീൽ. അടുത്തത് നമ്മള് റണ്ണേഴ്സ് അപ്പിലേക്ക് പോവാണ്. റണ്ണേഴ്സ് അപ്പ് കിട്ടിയിരിക്കുന്നത് ഗണ്ണേഴ്സ് ചങ്ങനാശ്ശേരിയാണ്. എല്ലാരും ടീം എല്ലാരും മുന്നോട്ട് വന്നാൽ അതായത് കരുവാറ്റയുടെ മണ്ണിലുള്ള ഈ ഒരു ടർഫിൽ തന്നെ കരുവാറ്റയ്ക്ക് അഭിമാനമായ കരുവാറ്റ FC ആണ് ഈ ടൂർണമെന്റിന്റെ വിന്നേഴ്സ് ആയിരിക്കുന്നത്. കുറച്ചുകൂടെ എനർജി. ഗണ്ണേഴ്സ് ചങ്ങനാശ്ശേരി 5 വിളക്കിന്റെ നാട്ടിലെ പിള്ളേരാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കളി? ഞങ്ങൾ നല്ലപോലെ കളിച്ചു. കളിച്ചില്ല, അവർ ഭാഗ്യമുള്ളതുകൊണ്ട് ജയിച്ചു. അല്ല, കളിയാകുമ്പോ എന്തായാലും ഒരാളെ ജയിക്കത്തുള്ളൂ. പിന്നെ പക്ഷെങ്കിൽ റണ്ണേഴ്സ് അപ്പ് കിട്ടുമെന്ന് പറയുന്നത് ഒരു ഇതല്ലേ? അഭിമാനമാണ്. ഞങ്ങൾക്ക് കപ്പടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത ടൂർണമെന്റുകൾ സെറ്റ് ആക്കാം. അപ്പൊ നമ്മള് ഫൈനൽ ഡേ ഷൂട്ടിന് വന്നപ്പം ഒരു യൂട്യൂബറിനെ കൂടെ കിട്ടി. മോനെ എങ്ങനെ? മച്ചാന്റെ പേരെങ്ങനെ? എന്റെ പേര് അമീൻ എന്നാണ്. അമീൻ. ചാനലിന്റെ പേര് പറ. ചാനലിന്റെ പേര് ചാൾസ് ആർ ജാക്ക്. സ്പെല്ലിംഗ് പറഞ്ഞു. എന്താണെന്നുണ്ടെങ്കിലും കഷ്ടപ്പെടേണ്ട. ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, ഈ മച്ചാൻ
മച്ചാന്റെ ഫ്രണ്ടാണോ? സ്വന്തം ഫ്രണ്ടാണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. എങ്ങനെ പേരെങ്ങനെ? മാസ്ക് ഒന്ന് മാറ്റി പേര് പറഞ്ഞു. ആദിൽ. നിങ്ങളെല്ലാം എവിടെ, ഏത് നാട്ടുകാരാ? തൊട്ടപ്പുറത്തായ ഡാണാപ്പടി തന്നെയാണ്. ഡാണാപ്പടി. എന്റെ വീട് പല്ലനാണ്. ഞങ്ങൾ ഇവിടെയാണ്, ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നതാണ് ക്ലബ്ബ്. ഞങ്ങൾ SFC എന്ന് പറയുന്ന ടീമാണ്. ഇവിടെ ഞങ്ങൾ കളിച്ചു പോയതാണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ള കളികളുടെ ഒന്നും ഇടാൻ പറ്റാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ടൂർണമെന്റ്. ഓക്കെ, നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും വേറൊരാൾ വ്ളോഗ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഓക്കെ, കണ്ടിരുന്നു ചാനലാണ്. അപ്പൊ ഞാൻ മാക്സിമം എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്, അച്ഛൻ്റെ എന്ത് ചെയ്യുക, വ്ളോഗ് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ ക്രൗൺ സ്പോർട്സ് ക്ലബിന്റെ ഫസ്റ്റ് ടൂർണമെന്റ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പെക്ട് ചെയ്ത പോലെ എല്ലാം നടന്നു? എല്ലാം ഫസ്റ്റ് ടൂർണമെന്റ് ഒരു സക്സസ് ആയിരുന്നു. അതെ, ഓക്കെ. അപ്പം നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടു കാണും. അത് കാണാത്തവർ ദാണ്ടെ സ്ക്രീനിൽ ഈ സൈഡിൽ വരുന്നുണ്ട്, കണ്ടോ? അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, നിങ്ങളത് കാണുക. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു വെതറിൻ്റെ ഒരു അന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ 2 പാർട്ടാക്കിയത്. അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ പാർട്ടിലായിരുന്നു വരുന്നത്. പിന്നെ എനിക്ക് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് പറഞ്ഞ സമയത്ത്, അതായത് 52x33 എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ശരിക്കും ഇത് 52x37 ആണ്. ആലപ്പുഴയിലെ ഏറ്റവും വലുതും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ടർഫ് ഇത് തന്നെയാണ്. നമ്മൾ വലുതെന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കണമല്ലോ. ഓക്കെ, എനിവേ, അപ്പം എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ക്രൗൺ സ്പോർട്സ് ക്ലബിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാനായിട്ട്, പബ്ലിക്കിൽ ഇറങ്ങി വ്ളോഗ് ചെയ്യാനായിട്ട് ഒരു അവസരം തന്ന ക്രൗൺ സ്പോർട്സ് ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികളോടൊക്കെ നന്ദി പറയുന്നു. എൻ്റെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ അൽസാഫ് ബസോർ സൈനിങ് ഔട്ട്. ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. Bye.